ഈ കാണുന്ന പാറ ഒറിജിനലാണ്. ഈ പാറിൻ്റെ സൈഡൊക്കെ മണ്ണ് ഒലിച്ചു പോയിട്ട് കുറേ കേടുകൾ വന്നിട്ടുണ്ട്. ഒറിജിനൽ പാറയാണ്, പക്ഷേ ചില സ്ഥലത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒരുപാട് മുന്നേ ചെയ്തതാണ്. ഇത് നമ്മൾ ചെയ്ത വർക്കല്ല, വേറെ ആരും ചെയ്ത് പോയതാണ്. അപ്പോൾ ആ പാറയൊക്കെ പൊട്ടി ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് അടിച്ചിട്ട് നമ്മളോട് അതൊന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞതാണ് വീട്ടുകാരന്. അപ്പോൾ അതൊക്കെ അടിച്ച് നമ്മൾ പാറിൻ്റെ കളർ ഒന്നും ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ചെറുതായിട്ട് ബ്ലാക്ക് ടച്ച് ചെയ്ത് കാണ്ട് ഫുള്ള് ബ്ലാക്ക് അടിച്ച് ആ മരത്തും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് മറ്റുള്ളവർ ചെയ്തതുകൊണ്ട് നമ്മളൊന്നും അതിന് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ചെടി വെക്കാനുള്ള സെറ്റപ്പ് അവിടെ മണ്ണ് ഇട്ടിട്ട് അവിടെ ചെറിയ കെട്ടും കെട്ടിക്കാണ്ട് അതിൽ 2 ചെടി വെക്കലും നാച്ചുറലായി തോന്നാൻ വേണ്ടിയിട്ട് 2 ചെടികളും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒന്നായിട്ട് കറുപ്പടിച്ച് പാറമ്പിൽ ഒന്നായിട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കളറൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചുമരുമ്പോൾ സീനറി ഒന്നുമില്ലാതെ പ്ലെയിനായി കിടക്കണോണ്ട് അതിന് ചെറിയൊരു കല്ലും കുറച്ച് ചില്ലറ ചിത്രം എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും അതിനോട് മാച്ചായിട്ടുള്ള പഴയ കാലത്ത് പുല്ലും നല്ല കല്ലും ഒക്കെ ആയിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് ടച്ചായിട്ട് വരുള്ളൂ. മറ്റേത് വെറും ആ പാറക്ക് കളർ കൊടുത്താൽ അത് നമ്മൾ വിചാരിച്ച ലുക്കിലായിട്ട് വരില്ല. അപ്പോൾ അതിനോട് ചെറിയ ചില്ലറ, അതായത് വലുതായിട്ടൊന്നും വരച്ചിട്ടില്ല, ചെറിയതായിട്ടൊരു ആ പാറക്കല്ല് നിൽക്കണ മാർക്ക് തന്നെ അതിനോട് സംബന്ധമായിട്ടുള്ള വരച്ചിട്ടുണ്ട്. അപ്പോൾ കളർ കൊടുക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ വില പാറക്കും കൂടി നമ്മൾ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് ആദ്യത്തെ പോലത്തെ പാറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇത് നമുക്ക് ചെയ്യണം. അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അതാ ചെയ്യൽ. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കുക്കിനെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യൽ നമ്മളാണ് ഉണ്ടാക്കലാണ്. ഇതുപോലെ ടൈമില്ല, ഇവിടെ 2 ദിവസം കഴിഞ്ഞാൽ അവിടെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 കുക്കിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുക്ക് അവിടെ വെച്ചിട്ട് ഒരു കുക്ക് വേറെ സ്ഥലത്ത് വെക്കാണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ പാറക്ക് കറുപ്പടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് തന്നെ ഏകദേശം മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെടികൾ വരച്ച് കൂട്ടണം, കുറച്ച് അതിനോട് യോജിച്ചിട്ട് ഉള്ള ചെടികൾ കുറച്ച് വരച്ച് സെറ്റാക്കണം. അപ്പോൾ പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ ഏകദേശം അതിനോട് യോജിച്ച ചിത്രങ്ങളൊക്കെ അതിന് വരച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് ഇതാക്കിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര വലിയ ഇതൊന്നല്ല, അതിനോട് മാച്ചായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇതിലാണ് ചെയ്ത് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്ത് ചെടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളതിന് കളറ് ചെയ്യാണ്. ഈ പാറമ്പിന് കുറച്ച് കളർ ചെയ്യണം. അപ്പോൾ നമ്മൾ പാറിൻ്റെ യഥാർത്ഥ കളറിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഫുൾ ബ്ലാക്ക് ആയാൽ അതിന് ലുക്കില്ലല്ലോ. അപ്പോൾ പാറ ലേസൊന്ന് കളറ് ടച്ച് ചെയ്ത് കൊടുത്താൽ ആ പാറ ഒറിജിനൽ കളറിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് കളറുകളുണ്ട്. അപ്പോൾ അതെടുത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷെയ്ഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒറിജിനൽ പാറിൻ്റെ ലുക്ക് തന്നെ വരും അത്. ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ, ഒറിജിനൽ പാറ തന്നെയാണ്, അതിന് നമ്മൾ കളറ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനിടയിൽ നമ്മൾ ആ വേരുമ്മിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത് കളർ മങ്ങിപ്പോയതുകൊണ്ട് അതിന് ചെറുതായിട്ട് കൂടുതലൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാറിൻ്റെ യഥാർത്ഥ കളറിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ചില ചില്ലറ കളറുകളുണ്ട്, അതൊക്കെ നമ്മൾ ടച്ച് ചെയ്താൽ അപ്പോൾ ഏകദേശം ആ പാറിൻ്റെ ഏകദേശം പഴയ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പണി കഴിഞ്ഞപ്പോഴുള്ള ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പാറിൻ്റെ ഷേപ്പിലായിട്ട് അയക്കുന്നത്. അപ്പോൾ നമ്മൾ കൊക്കിനെ അവിടെ സിമെൻറ്റിൽ ഉറപ്പിച്ചതാണ്. അങ്ങനെ ഇതിൽ നമ്മളൊന്നും വല്ലാതൊന്നും ചെയ്തിട്ട് മറ്റുള്ള ചെയ്ത വർക്കായതുകൊണ്ട് നമ്മൾ കളറൊന്ന് ഷെയ്ഡ് ചെയ്ത് പോയ ഷെയ്ഡിൽ നിന്ന് കളർ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോൾ ഇത് ഏകദേശം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്കാണിത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവളൊരു പാറിൻ്റെ നല്ല ലുക്കിലായി. മറ്റേത് വന്ന ടൈമിലുള്ള കളറും ഇതും കൂടി ചെയ്ത് നോക്കുമ്പോഴുള്ള മാറ്റം ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ അതിനെ നമ്മൾ ചെറിയ കളറുകൾ ടച്ച് ചെയ്തത്. ഇനിയും ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ അങ്ങേപ്പുറത്തും ഉണ്ട്. ഇതേപോലെ അതേ പാറ തന്നെയാണ്. അതിൽ നമ്മൾ ചില്ലറ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മരക്കുറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഉള്ളതുപോലെ തന്നെ നമ്മളിവിടെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ഒരു വ്യത്യസ്തത വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ നമ്മൾ അതേപോലെ പാറേണ്ടത് അതിൽ നമ്മളെ ഐഡിയക്ക് ഒരു മരക്കുറ്റിയും അതേ ഒരു കൊക്ക് വാങ്ങി ആ കൊക്ക് 2 വാങ്ങിയത് ഇതൊന്ന് ഇതിക്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഫുൾ കഴിഞ്ഞ്
ആ സൈഡിലും ഈ സൈഡിലും ഉണ്ട്. ഇതുമ്പോൾ ചെയ്യണ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റാക്കി തരും. പിന്നെ ഇങ്ങനത്തെ വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. നമ്മളെ നമ്പർ ഇതിലുണ്ട്. പിന്നെ ഇതിപ്പോൾ 2 സൈഡിലും ഇതേപോലെ തന്നെ, അതായത് ഒറിജിനൽ ഭാഗം ആയതുകൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മളതിനകത്ത് കളറിൽ ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി, കളറിൽ ലേശം ഭംഗിയാക്കി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. മറ്റുള്ളത് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൽ കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത് ഒരുപാട് മുന്നേ ചെയ്ത വീഡിയോ ആണ്. ഒരു വേങ്ങര ഭാഗത്ത് അച്ഛനമ്പലം വന്ന സ്ഥലത്താണ് ഈ പണി നടക്കുന്നത്. അങ്ങനെ ഓക്കെ. എന്നാൽ ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.